കാട്ടൂർ മുനയത്തെ താൽക്കാലിക ബണ്ട് തകർന്നു. മഴ മൂലം കരുവന്നൂർ പുഴയിലുണ്ടായ ഒഴുക്കിലാണ് ബണ്ട് തകർന്നത്. ഇടബണ്ട് നിർമ്മാണത്തിലെ ജനങ്ങളുടെ ആശങ്ക സംബന്ധിച്ച് നേരത്തെ TCV വാർത്ത നൽകിയിരുന്നു. കാലപ്പഴക്കം ചെന്ന മുള ഉപയോഗിച്ചായിരുന്നു താൽക്കാലിക ബണ്ട് നിർമ്മിക്കുന്നതെന്നായിരുന്നു പ്രദേശവാസികളുടെ ആരോപണം. കോൾ മേഖലയിൽ കനോലി കനാലിൽ നിന്ന് ഓരുവെള്ളം കയറാതിരിക്കാനാണ് കരുവന്നൂർ പുഴയും കനോലി കനാലും സംഗമിക്കുന്ന മുനയം ഭാഗത്ത് വർഷാവർഷങ്ങളിൽ ലക്ഷങ്ങൾ ചെലവിട്ട് താൽക്കാലിക ബണ്ട് നിർമ്മിക്കുന്നത്. ഇവിടെ സ്ഥിരം ബണ്ട് നിർമ്മിക്കണമെന്നത് നാട്ടുകാരുടെ ഏറെ നാളത്തെ ആവശ്യമാണ്. ബണ്ട് പൊട്ടിയതറിഞ്ഞ് കാട്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TV ലതയുടെ നേതൃത്വത്തിൽ ഭരണസമിതി അംഗങ്ങൾ സ്ഥലം സന്ദർശിച്ചു. ജനങ്ങളുടെ പരാതിയെ തുടർന്ന് നേരത്തെയും ഇവർ സ്ഥലം സന്ദർശിച്ചിരുന്നു. സംഭവത്തിൽ അന്വേഷണം നടത്തണമെന്ന് അവർ ആവശ്യപ്പെട്ടു. ബണ്ട് നിർമ്മാണത്തിൽ ജനങ്ങൾക്കുണ്ടായ ആശങ്ക സ്ഥലം MLA കൂടിയായ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നതായും TV ലത പറഞ്ഞു. കെട്ടിന്റെ പണിയിൽ ആശങ്കയുണ്ടെന്ന് പ്രദേശവാസികൾ അറിയിച്ചതിന്റെ ഭാഗമായി അവരോട് സംസാരിക്കുകയും സമയബന്ധിതമായി കെട്ട് പൂർത്തീകരിക്കുകയും നല്ല രീതിയിൽ തന്നെ കെട്ട് നിർമ്മാണം പുരോഗമിക്കുകയും ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അതിന് ശേഷം ഇപ്പോൾ വീണ്ടും കെട്ട് പൊട്ടിപ്പോവുകയും കെട്ടിൻ്റെ ഒരു സൈഡ് മൊത്തം തള്ളിപ്പോയി. മുൻപ് ഇതുപോലെ തന്നെ സംഭവം ഉണ്ടായപ്പോൾ വീടുകൾ സൈഡ് പൊട്ടിപ്പോവുകയും ആ സൈഡ് സർക്കാർ ഇടപെട്ടതിന് ഭാഗമായി ജില്ലാ പഞ്ചായത്താണ് കെട്ടിക്കൊടുത്തത്. ഇനിയും ഇതേപോലെ മുനയം കെട്ടിൻ്റെ സൈഡ് പൊട്ടിപ്പോയി ഒഴുകുകയാണെങ്കിൽ ഒട്ടേറെ വീടുകൾക്ക് നാശനഷ്ടം സംഭവിക്കാനും അതുപോലെ തന്നെ മനുഷ്യർക്ക് ജീവനാപകടം ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. വൈസ് പ്രസിഡന്റ് VM കമറുദ്ദീൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബഷീർ, വാർഡ് അംഗം വിമല സുഗുണൻ എന്നിവരും പ്രസിഡന്റിനോടൊപ്പം ഉണ്ടായിരുന്നു. സംഭവത്തിൽ BJP കാട്ടൂർ പഞ്ചായത്ത് കമ്മിറ്റിയും പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. മുനയം താൽക്കാലിക ബണ്ട് പഴയ മുളകൾ ഉപയോഗിച്ച് നിർമ്മിച്ചത് മൂലം ബലക്ഷയം കൊണ്ട് തകർന്ന സംഭവത്തിൽ അന്വേഷണം നടത്തി അഴിമതിക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്ന് BJP കാട്ടൂർ പഞ്ചായത്ത് കമ്മിറ്റി ആവശ്യപ്പെട്ടു. BJP പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KK ഷെറിൻ, ജനറൽ സെക്രട്ടറി സുജി നീരോലി, മണ്ഡലം കമ്മിറ്റി അംഗം ധനേഷ് രാജീവ് വേങ്ങശ്ശേരി, ആശിഷ് T രാജ്, വിൻസെന്റ് ചിറ്റിലപ്പള്ളി എന്നിവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. TCV ന്യൂസ്, ഇരിങ്ങാലക്കുട.